എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നഴ്സിംഗ് ഗവേഷണത്തിലെ ഡേറ്റാ ശേഖരണത്തെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ കുറച്ച് ടെക്നിക്കലായി തോന്നാമെങ്കിലും രോഗികളെ നമ്മൾ എങ്ങനെ പരിചരിക്കുന്നു എന്നതിനെ ഇത് എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നഴ്സിംഗ് പ്രാക്ടീസൊക്കെ എങ്ങനെയാണ് കാലം കഴിയുന്തോറും മെച്ചപ്പെട്ടു വരുന്നതെന്ന്? ഇത് വെറുതെ അന്ന് സംഭവിക്കുന്ന ഒന്നല്ല കേട്ടോ. ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിന്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്നോ? നല്ല ഡാറ്റ. അതെ, എല്ലാത്തിന്റെയും തുടക്കം അവിടെ നിന്നാണ്. അപ്പോ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ തന്നെ തുടങ്ങാം. ഈ ഡേറ്റ എന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ? എന്താണ് ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡേറ്റ എന്ന് പറയുന്നത് സംസ്കരിക്കാത്ത, അതായത് റോ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഒരു വീട് പണിയാനുള്ള കട്ടകൾ പോലെ. അതാണ് ബേസ്. ഏതൊരു നിഗമനത്തിലെത്താനും നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ സംഗതികൾ. ഇവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കാനുണ്ട്. ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം. ഡേറ്റ ഞാൻ പറഞ്ഞ പോലെ സംസ്കരിക്കാത്ത വസ്തുതകളാണ്. പക്ഷെ നമ്മൾ അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുമ്പോഴോ അത് ഇൻഫർമേഷൻ അഥവാ അർത്ഥവത്തായ വിവരങ്ങളായി മാറും. ഈയൊരു ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് ഏതൊരു റിസർച്ചിന്റെയും പ്രധാന ലക്ഷ്യം. അപ്പോ ഈ ഡാറ്റ ശേഖരിക്കാൻ ഒരു വഴിയൊന്നുമല്ല ഉള്ളത്, ഒരുപാട് വഴികളുണ്ട്. നമുക്കിതിനെ ഒരു ടൂൾ കിറ്റ് പോലെ സങ്കല്പിക്കാം. ഓരോ സാഹചര്യത്തിനും ചേർന്ന പലതരം ഉപകരണങ്ങളുള്ള ഒരു ബോക്സ് പോലെ. ഒരു ഡിറ്റക്റ്റീവിന്റെ കയ്യിലുള്ള ടൂൾ കിറ്റ് പോലെ തന്നെ ഓരോ ടൂളിനും ഒരു പ്രത്യേക ഉപയോഗം കാണില്ലേ? അതുപോലെ ഓരോ രീതിയും ഒരു പ്രത്യേക തരം തെളിവ് അല്ലെങ്കിൽ സൂചന കണ്ടെത്താൻ വേണ്ടിയുള്ളതാണ്. നഴ്സിംഗ് റിസർച്ചിൽ ഒരുപാട് മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ രോഗികളോട് നേരിട്ട് സംസാരിച്ച് വിവരങ്ങൾ ചോദിച്ചറിയും. അതാണ് ഇന്റർവ്യൂ മെത്തേഡ്. അല്ലെങ്കിൽ പിന്നെ ഒരു ചോദ്യാവലി കൊടുത്ത് പൂരിപ്പിക്കാൻ പറയും. ഇനി അതൊന്നുമല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ പോലുള്ള ഫിസിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതികളുണ്ട്. കണ്ടില്ലേ? ഓരോ ആവശ്യത്തിനും ഓരോ ടൂൾ. ഈ ടൂളുകളിൽ നിന്നെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരെണ്ണത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. അതാണ് നിരീക്ഷണ രീതി അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ തന്നെ പ്രധാനമായും 2 തരത്തിലുണ്ട്: സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും. പേര് സൂചിപ്പിക്കുന്നതുപോലെ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒന്നാണ്. എന്ത് നോക്കണം, എങ്ങനെ നോക്കണം എന്നൊക്കെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. പക്ഷേ അൺസ്ട്രക്ചേർഡ് അങ്ങനെയല്ല. അത് കൂടുതൽ സ്വാഭാവികവും ഫ്ലെക്സിബിളുമാണ്. അപ്പോൾ നമുക്ക് ഈ അൺസ്ട്രക്ചേർഡ് മെത്തേഡിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഒന്ന് നോക്കാം. നമുക്കറിയാലോ, നഴ്സിംഗ് എന്ന് പറയുന്നത് ആളുകളുമായി നേരിട്ട് ഇടപഴകുന്നൊരു ഫീൽഡാണ്. അപ്പോൾ അവരുടെ സ്വഭാവം, സംസ്കാരം, വിശ്വാസങ്ങൾ ഇതൊക്കെ അവരുടെ ആരോഗ്യത്തെയും സ്വാധീനിക്കും. ഈ കാണുന്ന ഉദ്ധരണിയിൽ പറയുന്ന പോലെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ നമുക്ക് സഹായകമാകുന്നത്. അപ്പോൾ എന്താണ് ഈ അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ? സിമ്പിളാണ്. മുൻകൂട്ടി ഒരു പ്ലാനുമില്ലാതെ, ഒരു ചെക്ക് ലിസ്റ്റും കയ്യിൽ വെക്കാതെ, സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണിത്. കാര്യങ്ങൾ അതുപോലെ തന്നെ പകർത്തുക. തീർച്ചയായും ഈ രീതിക്ക് അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഒരു സാഹചര്യത്തെക്കുറിച്ചും മൊത്തത്തിലൊരു ഐഡിയ കിട്ടാൻ ഇത് സഹായിക്കും. പക്ഷേ വെല്ലുവിളികളുമുണ്ട്. നിരീക്ഷിക്കുന്നയാൾക്ക് നല്ല കോൺസെൻട്രേഷൻ വേണം. കണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ഓർത്തെഴുതുന്നത് അത്ര എളുപ്പമല്ല. ചിലപ്പോ നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ ഇതിൽ കലരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതൊക്കെ എന്തിനാണ് ഈ ശരിയായ ടൂൾ അല്ലെങ്കിൽ ശരിയായ മെത്തേഡ് തിരഞ്ഞെടുക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ടതാവുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. കാരണം നമ്മൾ ഏത് രീതിയാണോ തിരഞ്ഞെടുക്കുന്നത് അത് നമുക്ക് കിട്ടുന്ന ഡാറ്റയെ തീരുമാനിക്കും. ആ ഡാറ്റയിൽ നിന്നാണ് തെളിവുകൾ ഉണ്ടാകുന്നത്. ആ തെളിവുകളാണ് പിന്നീട് പേഷ്യന്റ് കെയർ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഓരോ കണ്ണിയും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു നഴ്സാരെയെങ്കിലും നിശ്ശബ്ദമായി നിരീക്ഷിക്കുന്നത് കാണുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ. അവർ വെറുതെ നോക്കി നിൽക്കുകയായിരിക്കില്ല. ഒരുപക്ഷെ നാളെ ഏതെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന വിലപ്പെട്ട ഡേറ്റ ശേഖരിക്കുകയായിരിക്കും അവർ. അല്ലേ? ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണത്.